എന്തുകൊണ്ടാണ് CPM-ഉം അതോടൊപ്പം തന്നെ കോൺഗ്രസും ഈ വിഷയത്തിൽ ശക്തമായ ഒരു പ്രതികരണം നടത്താത്തത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. BBC-ക്ക് പോലും എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഗുജറാത്ത് കലാപം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ED ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു, BBC-യിലേക്ക് കടന്നു ചെന്നുകൊണ്ട് BBC-യുടെ ആ പരിപാടി എന്ത് ചെയ്യുകയാണ്, തടയപ്പെടുകയാണ്. ഈ പുതിയ തലമുറ ഇനി ഗുജറാത്ത് കലാപം എന്താണെന്ന് പഠിക്കാൻ പോവുകയാണ്. അത് BJP-ക്ക് ഉണ്ടാക്കുന്ന ഡാമേജ് നിസ്സാരമല്ല. ഞങ്ങൾക്ക് ഇത്തരത്തിൽ കൊലപ്പെടുത്താൻ അവസരം ഉണ്ടാക്കിയെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞ ഇന്റർവ്യൂ ഉണ്ട്. എല്ലാവരും പറയുന്നത് പൃഥ്വിരാജ് മോഹൻലാലിനെ പറ്റിച്ചു എന്നുള്ളതാണ്. നമസ്കാരം, വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വിഷ്ണു നമസ്കാരം. വിഷ്ണു, എമ്പുരാൻ സിനിമയിൽ വിവാദം കത്തി നിൽക്കുകയാണ് കേരളത്തിൽ. എമ്പുരാൻ സിനിമ എന്തുമായിക്കൊള്ളട്ടെ, അതൊരു സിനിമ മാത്രമാണ് എന്ന് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മളെ ഏറെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ CPM-നും കോൺഗ്രസിനും ഒക്കെ RSS-നെ ഭയമാണോ എന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒരു സിനിമ ഇറങ്ങുന്നു, ആ സിനിമ ഇറങ്ങിയതിന് ശേഷം അതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഡയലോഗിൻ്റെ പേരിൽ ആ സിനിമയെ തന്നെ ഡീഗ്രേഡ് ചെയ്ത് കളയുക, അതിൽ അഭിനയിച്ചിരിക്കുന്ന നടന്മാർക്കെതിരെ ശക്തമായ പ്രചരണം ആരംഭിക്കുക, സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്കിംഗ് നടത്തുക എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ ബോധമുള്ള അല്ലെങ്കിൽ സാക്ഷരതയിൽ ഒന്നാമതാണ് എന്ന് പറയുന്ന കേരളത്തെ പോലുള്ളൊരു സംസ്ഥാനത്ത് ഭൂഷണമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഈ കഴിഞ്ഞ 3 ദിവസമായി 27-ാം തീയതി ഈ സിനിമ ഇറങ്ങിയ അന്നു മുതൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യയിൽ നടന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ BJP-യുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന RSS-ൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദിയുടെ ഭരണകൂടം നടപ്പിലാക്കിയ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുണ്ട്. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന ആർട്ടിക്കിൾ 91A നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഉറപ്പ് നൽകുന്നതാണ്. പക്ഷേ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തങ്ങൾക്കെതിരായിട്ടോ അതല്ലെങ്കിൽ തങ്ങളുടെ വിശ്വാസ പ്രമാണത്തിനോ അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിനോ എതിരായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏത് വിധേനയും, അത് ഈ പറയുന്ന ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചാകാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ ഈ സംഘപരിവാർ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൊണ്ടാകാം, അതല്ലെങ്കിൽ എന്താണ് സംഘപരിവാറിൻ്റെയും RSS-ൻ്റെയും ഭീഷണി കൊണ്ടാകാം. ഇവിടെ നമ്മളെ എമ്പുരാൻ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, എല്ലാ ചിത്രങ്ങളും അല്ലെങ്കിൽ എല്ലാ സംവിധായകന്മാരും എല്ലാ ആളുകളും എന്താണ്, നമ്മുടെ സമകാലിക അല്ലെങ്കിൽ അവരുടെ ജീവിതചര്യകളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങളിൽ നിന്നുമൊക്കെയാണ് സിനിമയുടെ പ്രമേയം എടുക്കുന്നത്. ഇവിടെ RSS-നെയും അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാറിനെയും എന്താണ് പേടിപ്പിക്കുന്നത്? അതായത് ഈ പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളിൽ മുമ്പുള്ള പുരാണ കഥകളിൽ നിന്നോ അല്ലെങ്കിൽ മിത്തിൽ നിന്നോ ഒന്നും അല്ല പറയുന്നത്. 25 വർഷം മുമ്പ് നമ്മുടെ രാജ്യത്ത് നടന്ന, ഗുജറാത്തിൽ നടന്ന, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കലാപത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത്. അതല്ലാതെ ഈ പറയുന്ന ആ കാര്യങ്ങളിൽ ആർക്കാണ് സംശയമുള്ളത്? അതായത് ഇപ്പോൾ എല്ലാവരും പറയുന്നത് പൃഥ്വിരാജ് മോഹൻലാലിനെ പറ്റിച്ചു എന്നുള്ളതാണ്. ഒരു സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അത് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള മുരളി ഗോപി എഴുതുന്നു. അത് RSS-നെ കുറിച്ച് അതിൽ പരാമർശിക്കുന്നില്ല എങ്കിൽ തന്നെയും അന്ന് ഗുജറാത്തിൽ നടന്നിട്ടുള്ള ആ കലാപത്തെക്കുറിച്ച് പറയാതെ എങ്ങനെ പോകാൻ സാധിക്കും? അപ്പോഴും ഇവർ പറയുന്നത്, സംഘപരിവാർ ശക്തികൾ പറയുന്നത്, പൃഥ്വിരാജ് സുകുമാരൻ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് ഗോദ്രയിൽ വെച്ച് തീവണ്ടി കത്തി നശിച്ച സംഭവം കൂടി അതിൽ പ്രതിപാദിക്കണമെന്നായിരുന്നു. ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കണം എന്നുള്ളത് ഒരു സംവിധായകന്റെ അല്ല, ഇവര് പറയുന്ന, അതായത് നമുക്കറിയാമല്ലോ, നമ്മൾ ഗുജറാത്ത് കലാപത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 2021 എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഗോദ്രയിൽ ഈ തീവണ്ടിക്ക് അത് ഭീകരവാദികൾ തന്നെ നമുക്ക് പറയാം. അത് എന്താണ്, കർസേവയ്ക്ക് പോയ അല്ലെങ്കിൽ രാമക്ഷേത്രത്തിൽ പോയ ആളുകളെയാണ് കൊല്ലപ്പെടുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പോലും എന്തുണ്ട്, റെയിൽവേയുടെ അന്നത്തെ നമുക്കറിയാം ബാനർജി കമ്മീഷന്റെ റിപ്പോർട്ടും അതിനുശേഷം ഉണ്ടായ പല അന്വേഷണ റിപ്പോർട്ടിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. അവിടെ നിൽക്കട്ടെ, അത് ഒരു ഭീകരാക്രമണം എന്ന് തന്നെ പറയാം. അതിന്റെ അടുത്ത ദിവസമാണ് ഈ പറയുന്ന നരേദ പാട്ടിയ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, സംഘപരിവാറുകാർ കയറി ഒരൊറ്റ ദിവസം കൊണ്ട് 96 പേരെ എന്ത് ചെയ്യുന്നത്, കൊല ചെയ്യുന്നത്. അതിൽ ഈ പറയുന്നത് ഏകദേശം 25-26 സ്ത്രീകളാണ് ഉൾപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും സൂത്രധാരന്മാരാണ് എന്ന് കേസിലെ പ്രതിയാക്കപ്പെട്ട ആൾക്കാരാണ് ഒന്ന് ഈ പറയുന്ന മായ കട്ടാനിയും അതോടൊപ്പം തന്നെ ബാബു ബജ്രംഗിയും ഒക്കെ തന്നെ. ബാബു ബജ്രംഗി പറയുന്ന ഒരു ഇന്റർവ്യൂ ഒരിക്കൽ തെഹൽക്ക പുറത്തുവിട്ടതാണ്. അപ്പൊ അദ്ദേഹം അതൊരു വലിയ നേട്ടമായിട്ടാണ്, അല്ലെ തന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ തന്റെ ആശയം, തന്റെ ഭരണകൂടം, താൻ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടി, അതിന്റെ നേതാക്കന്മാര് എത്ര നല്ല നിഷ്ക്രിയമായി നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരത്തിൽ കൊലപ്പെടുത്താൻ അവസരം ഉണ്ടാക്കിയെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞ ഇന്റർവ്യൂ ഉണ്ട്. ജഡ്ജിയെ പോലും സ്വാധീനിച്ചു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ പല തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഇപ്പോഴും നിൽക്കുകയാണ്. ആ കേസിനെ കുറിച്ച് അന്വേഷിച്ച CBI ഡയറക്ടർ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ പറയുന്ന രീതിയിൽ സൈപ്രസിൽ അംബാസഡർ ആയി അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് ആരോപണങ്ങളുണ്ട്.
അതോടൊപ്പം തന്നെ അദ്ദേഹം ഇപ്പോഴും എന്താണ് കൺവിക്റ്റ് ആണ്. മറ്റൊരു കേസിൽ എന്താണ് ഈ പറയുന്ന ബാബു ബജറംഗിയെ 21 വർഷത്തേക്ക് എന്ത് ചെയ്തേക്കുവാണ്, രാജ്യത്തെ ഒരു നീതിന്യായ പീഠം ജയിലിൽ അടച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കൊടും ക്രിമിനലിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലൊരു സിനിമയിൽ പരാമർശിച്ചാൽ ഇവിടെ എന്താണ് പ്രശ്നം? എന്താണ് ഇവിടെ ആരെയാണ് ഭയപ്പെടേണ്ടത്? കാരണം ഇവിടുത്തെ സൈബർ മീഡിയ, ഇവിടെ സോഷ്യൽ മീഡിയയിലെല്ലാം മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെയാണ് ആക്രമണം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിനെതിരെ ഇതേപോലുള്ള ഒരു ആക്രമണം ഉണ്ടാവാൻ കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സുപ്രിയയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ആളറിഞ്ഞ് കളിക്കട മക്കളെ എന്നൊക്കെ, അതൊക്കെ ആ ഒരു സ്ത്രീയുടെ ഒരു ബാലിശമായ ചിന്തയായിട്ട് കേരളം തള്ളിക്കളയേണ്ടതാണ്. കാരണം തന്റെ ഭർത്താവ് എന്തൊക്കെയാണ് എന്ന് എല്ലാ ഭാര്യമാരും വിചാരിക്കും. അതുപോലെ തന്നെ ആ സ്ത്രീ എന്ത് കരുതി? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ഭർത്താവ് എന്തോ ഒരു വലിയ സംഭവമായി മാറിയിരിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീ പറഞ്ഞു പോയ ഒരു അബദ്ധമാണത്. ആ അബദ്ധത്തെ അതേ രീതിയിൽ തന്നെ കൊണ്ട് വിട്ടുകളയാം. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. കാരണം ഒരു സിനിമ എടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, അതായത് ചരിത്ര സത്യത്തെ വെച്ചുകൊണ്ട് ഒരു സിനിമ എടുക്കാനുള്ള സ്വാതന്ത്ര്യം പൃഥ്വിരാജിനും മോഹൻലാലിനും ഇല്ലേ? എന്തുകൊണ്ടാണ് CPM-ഉം അതോടൊപ്പം തന്നെ കോൺഗ്രസും ഈ വിഷയത്തിൽ ശക്തമായ ഒരു പ്രതികരണം നടത്താത്തത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. 1995 നൈന സാഹ്നി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയെ അദ്ദേഹത്തിന്റെ ഭർത്താവും ഡൽഹി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായിട്ടുള്ള സുശീൽ ശർമ്മ തന്തൂരി അടുപ്പിൽ വെച്ച് കത്തിച്ചു കൊന്ന ഒരു കേസുണ്ടായി. അത് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത കേസാണ്. PV നരസിംഹറാവ് മന്ത്രിസഭയെ മാറിപ്പോകാനായിട്ടുള്ള കാരണം തന്നെ അതാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു സിനിമയെ ആസ്പദമാക്കിക്കൊണ്ട് സുരേഷ് ഗോപി നായകനായ കൊണ്ട് മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങിയിരുന്നു, യുവതുർക്കി. ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു CPM-കാരൻ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നോ? CPM-കാരൊക്കെ അന്ന് തുള്ളി ചിരിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പൊ നേരത്തെ ഇറങ്ങി നമുക്കറിയാലോ, കേരള സ്റ്റോറിയുടെ ചരിത്രം നമുക്കറിയാലോ. ഇവിടെ കേരള സ്റ്റോറി ഇറങ്ങി, കേരള സ്റ്റോറി ആരും തന്നെ എന്ത് ചെയ്തിട്ടില്ല, എതിർത്തിട്ടില്ല. അതായത് പച്ചക്കള്ളം, അതായത് ഈ പറയുന്ന 30,000, അതായത് 3 എന്നുള്ളതിനെ 30,000 ആക്കി വ്യാഖ്യാനിച്ച് അങ്ങനെ ഒരു പച്ചക്കള്ളം പ്രചരിപ്പിച്ചിട്ട് പോലും ആരും സിനിമയെ എതിർത്തിട്ടില്ല. ആകെ എതിർത്തത് എന്താണ്? ദൂരദർശൻ പോലെയുള്ള ഒരു മാധ്യമത്തില് ഈ പറയുന്ന എന്താണ് ഇലക്ഷനോടനുബന്ധിച്ച് ഈ സിനിമ പ്രദർശനം നടത്തിയതിൽ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആളുകൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് ഇപ്പോൾ കാശ്മീർ ഫയല്, അങ്ങനെ എത്ര സിനിമകൾ ഇറങ്ങുന്നു. ഒരു കാര്യം നമ്മൾ അത് മനസ്സിലാക്കുക. നമ്മളൊരു കാര്യം ഇവിടെ ചോദിക്കട്ടെ. കാരണം വെച്ചാൽ ഈ CPM-നും RSS-നും മാത്രമാണ് ഈ സിനിമകളോട് എതിർപ്പുള്ളത്. ഇപ്പൊ CPM-നെ എതിർക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങിയാൽ, ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ച 1 എന്ന ഒരു സിനിമയുണ്ട്, ആ സിനിമയ്ക്കെതിരെ DYFI-കാർ തിരിഞ്ഞു നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ആ സിനിമയ്ക്കെതിരെ CPM രംഗത്ത് വന്നു. TP ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമ നിർമ്മിച്ചിരുന്നു. അത് പുറലോകം പോലും കണ്ടിട്ടില്ല. ഈ CPM-നെതിരെയും RSS-നെതിരെയും പറയുന്ന സിനിമകൾ ഇവിടെ ഇറങ്ങാൻ പാടില്ല. എന്നാൽ ഇവരാണ് ഇന്ത്യയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും ചെയ്യുന്നത്. അല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. ഇപ്പോൾ സിനിമ കണ്ട ഏതൊരാൾക്കും എന്ത് ചെയ്യാം, സിനിമ അല്ലെങ്കിൽ കാണാത്ത ആൾക്കും എന്ത് ചെയ്യാം, സിനിമയെ വിമർശിക്കാം. ഇവിടെ സംഘപരിവാറിനെതിരായിട്ടോ അല്ലെങ്കിൽ BJP-ക്കെതിരായിട്ടോ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വിമർശിക്കാം. അതിൽ ആർക്കും എന്തില്ല, തെറ്റില്ല. പക്ഷെ വിമർശനം എവിടെ വരെ ആകാം എന്നുള്ളതിലാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ പ്രശ്നം എന്താണ്? ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് എന്ത് ചെയ്യണ്ട, ഞങ്ങൾ ഇവിടെ ആരും കാണണ്ട. ഗുജറാത്ത് കാര്യത്തെക്കുറിച്ച് ആരും എന്ത് ചെയ്യണ്ട, സംസാരിക്കണ്ട. അതായത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി. അതാണ് ഫാസിസം എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റൊരു പതിപ്പാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെയാണ് ഫാസിസം എന്ന് വിളിക്കുന്നത്. ജനാധിപത്യ ഇന്ത്യ എന്ന് പറയുന്നത് ഇവർക്കാർക്കും തിട്ടൂരം നൽകിയിട്ടില്ല. ഇവിടെ ഹിന്ദുത്വ ശക്തികളെ അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദുത്വത്തെ കുറിച്ച് സംസാരിക്കുവാനോ അല്ലെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഹൈന്ദവ വിശ്വാസത്തെ എന്ത് ചെയ്യുന്നു, തകർക്കപ്പെടുന്നതാണ് ഈ സിനിമ എന്ന് പറയുന്നു. എന്തിനേറെ പറയുന്നു, ഇവിടെ IS ഭീകരനാണ്, എന്താണ് IS ആണ് ഫണ്ട് ഇറക്കുന്നത് പോലും BJP നേതാക്കന്മാർ പറയുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ BJP നേതാക്കന്മാർ യാതൊരു തെളിവുമില്ലാതെ എന്താണ് ഉമിനീര് മാത്രം തെളിവാക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആരാണ് ഈ രാജ്യം ഭരിക്കുന്നത് സാർ? ഇവിടെ രാജ്യം ഭരിക്കുന്ന ഇവിടുത്തെ അന്വേഷണ ഏജൻസികളൊക്കെ എവിടെ പോയി? അത് വലിയൊരു ചോദ്യമാണ്. കാരണം എന്താ വെച്ചാൽ IS ആണ് ഇതുപോലുള്ള ഒരു സിനിമയ്ക്ക് ഫണ്ട് ചെയ്തതെങ്കിൽ ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ എവിടെ പോയി? ഇവിടെ സെൻസർ ബോർഡിൽ എടുക്കുമ്പോൾ സെൻസർ ബോർഡിൽ 5 or 6 ആളുകൾ BJP-യുടെയും RSS-ന്റെയും നോമിനികളായിട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ സിനിമയ്ക്ക് ഈ പറയുന്ന മുദ്ര വെച്ച് കൊടുത്തിട്ടുള്ളത്. അവരുടെ മുമ്പിലാണ് ഈ സിനിമ പ്രദർശിപ്പിച്ചത്. അല്ല, അവർക്കറിയാലോ ഇതൊരു സിനിമ മാത്രമാണെന്നും അതൊരു ചരിത്രത്തെ വേറൊരു രീതിയിൽ ആണ് വർണ്ണിക്കുന്നതെന്നും ഉള്ള കാര്യം അവർക്കറിയാലോ. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം എന്ത് ചെയ്യുന്നു, ബാബു ബജറംഗിയുടെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്നത്, എന്താ ഇപ്പൊ പറയുന്നത്, എല്ലാ അത് ആളുകൾ തള്ളി പറഞ്ഞപ്പോഴത്തേക്ക് എന്താ മുല്ലപ്പെരിയാർ ഡാം തകരുമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ നമ്മുടെയൊക്കെ സിനിമകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് എന്താണ്, ഇത് ചരിത്രവുമായിട്ടോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരുമായിട്ടോ യാതൊരു വിധമായ ബന്ധവുമില്ല. പക്ഷേ ഓർഗനൈസർ പോലെയുള്ള RSS-ന്റെ ഈ പറയുന്ന മീഡിയ തന്നെ പറയുന്നത് ഇത് നരേന്ദ്രമോദിയുടെ പോലെയാണ് എന്ത് ചെയ്യുന്നത്. ഈ പറയുന്ന താടിയുള്ള ആള് ചിലപ്പോൾ നരേന്ദ്രമോദിയാണ് ഈ പറയുന്ന രീതിയിൽ ഉൾപ്പെടുത്തുന്നത്. അത്തരത്തിൽ എന്ത് ചെയ്യുന്നു, എന്തിനേയും ചെറിയ കാര്യങ്ങളെ പോലും അസഹിഷ്ണുതയുടെ ഒരു
പടുകൂമ്പാരമായി നമ്മുടെ ഭരണകൂടവും അല്ലെങ്കിൽ സംഘപരിവാറും മാറുന്നു. പക്ഷെ അത് നേരത്തെ നമ്മൾ ഈ പറയുന്ന UP-യിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും ഡൽഹിയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ RSS ഇത്തരത്തിൽ പറയുകയും അല്ലെങ്കിൽ BJP ഇതൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു സാമൂഹ്യമായിട്ടുള്ളൊരു മൗനം കേരളത്തിന് ഭൂഷണമല്ല. സത്യത്തെ ഭയക്കുന്നു ശരിക്ക് RSS എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവർ അധികാരത്തിലെത്താൻ വേണ്ടി സ്വീകരിച്ചിട്ടുള്ള അവരുടെ ആ ഒരു ചരിത്രത്തെ അവർ വല്ലാതെ ഭയക്കുന്നുണ്ട്. കാരണം അവരുടെ ആ ചരിത്രം എന്ന് പറയുന്നത് വർഗീയതയും രക്തവും ഒക്കെ കലർന്നതാണ്. അതിലൊരുപാട് ചതികളും ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം RSSനെ സംബന്ധിച്ചിടത്തോളം RSSന്റേതായ ഒരു ദേശീയതയും RSSന്റേതായ ഒരു അജണ്ടയും നടപ്പിലാക്കാനാണ് അവർ എല്ലാ കാലത്തും എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. കാര്യം RSSനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലേക്ക് അവർക്ക് പോകുമ്പോൾ ഒരു കാര്യത്തിനും എന്തില്ല, അവർക്ക് ചരിത്രത്തോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല, നമ്മുടെ രാജ്യത്തോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല, രാജ്യത്തെ ജനാധിപത്യത്തോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല, മതേതരത്വത്തോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ട് ഇവിടെ തന്നെ നരേന്ദ്രമോദി ഈ പറയുന്ന ഇത്രയും വാചാലരാകുന്നവര് ഈ പറയുന്ന 2002-ലോ 2003-ലോ ആയി നടന്ന BJP എക്സിക്യൂട്ടീവിൽ അന്നത്തെ BJPയുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞല്ലോ, ഗുജറാത്തിൽ എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല, നീതി നടപ്പിലാക്കാൻ ഭരണകൂടത്തിനും ഭരണകക്ഷിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണാധിപനും കഴിഞ്ഞിട്ടില്ല എന്ന് പരസ്യമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞല്ലോ. അത് ചരിത്രമല്ലേ? അത് എങ്ങനെ അല്ലാതാക്കാനിരിക്കാൻ കഴിയും? അതിന് ഭരണകൂടത്തിന്റെ പിന്തുണയിൽ തന്നെയാണ്, ഭരണകൂടത്തിന്റെ സ്പോൺസർഷിപ്പിൽ തന്നെയാണ് ഗുജറാത്ത് കലാപം നടന്നിട്ടുള്ളത്. ഇനി ആരും ഈ പറയുന്ന രീതിയിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് സംസാരിക്കരുതെന്ന് പറയാൻ ഈ പറയുന്ന രീതിയിൽ സംഘപരിവാറിന്റെ, അതായത് ഈ പറയുന്ന അവരുടെ ആവിഷ്കാര പുസ്തകമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗോൾവൽക്കറുടെ ഈ പറയുന്ന തരത്തിലുള്ള വിചാരധാരയൊന്നും അല്ല ഇന്ത്യയിലുള്ളത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് ഇന്ത്യയിലെ രാജ്യത്തെ ജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഗോദ്ര കലാപത്തെ വീണ്ടും ചർച്ചയാക്കി കൊണ്ടുവരാനായിട്ട് എമ്പുരാൻ സിനിമയ്ക്ക് സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തീർച്ചയായിട്ടും കേരളത്തിൽ മാത്രമല്ല ഇതിന്റെ റിലീസ്, കർണാടക ഉൾപ്പെടെ മറ്റു പല സ്റ്റേറ്റിലും ഞാൻ കരുതുന്നിടത്തോളം എന്താണ് എമ്പുരാന്റെ സിനിമയിലെ എന്താണ് അവരുടെ കൃത്യമായ അജണ്ടയിൽ ഇവിടുത്തെ സംഘപരിവാറുകാർ പോയി ചാടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിശബ്ദമായിട്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇതൊന്നും ആകാൻ പോകുന്നില്ല, ഒരു വിവാദത്തിലും പോകാനായിട്ട് ഒരു ഹൈപ്പ് പോലും ആ സിനിമയ്ക്ക് അത്രമാത്രം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ബറോസ് മാതിരി തന്നെ കുഴി വീഴേണ്ട ഒരു സിനിമയ്ക്കാണ് ഈ ബിനീഷ് കൊടിയേരിയുടെ ഒരു വറ്റിട്ട് കൊടുത്തു, അതിൽ പോയിട്ട് നമ്മുടെ സംഘപരിവാറുകാർ കുത്തി എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നങ്ങൾ, അതായത് അവരെ സംബന്ധിച്ചുള്ള ഈ സിനിമ കണ്ടവർ പോലും അല്ല എന്ത് ചെയ്യുന്നത്, അവർ പറയുന്നത് എന്താണ്, ഈ യഥാർത്ഥത്തിൽ എമ്പുരാൻ കണ്ടവരല്ല ഇതിൽ കൂടുതലും എന്ത് ചെയ്യുന്നത്, അഭിപ്രായം പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതെന്തോ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ ഹിന്ദുത്വ, അവിടെ ഈ സിനിമയിൽ തന്നെ പല ആളുകളെ കുറിച്ച് വിമർശിക്കുന്നുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ, CPM-ന്റെ നേതാക്കന്മാരെ, ഉദാഹരണത്തിന് ഈ പറയുന്ന മുഖ്യമന്ത്രിയെ പോലെ സാമീപ്യമുള്ളവരെ കുറിച്ച് വിമർശിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ നമുക്ക് തോന്നുന്ന ആളുകളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വിമർശനം വരുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം അല്ലെങ്കിൽ നമ്മളൊക്കെ എല്ലാ കാലത്തും അതിനെ ഒരു പോസിറ്റീവായിട്ട് കണ്ട് അതെന്താണ് ആ വിമർശനങ്ങളെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 17 ഭാഗങ്ങൾ, ഒരു സിനിമയിലെ 17 ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളതൊരു ക്രെഡിറ്റ് ആയിട്ടാണ് ഒരു ജനാധിപത്യ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്താ അറിയോ, ഈ ഗുജറാത്ത് കലാപം പുതിയ തലമുറയ്ക്ക് അറിവുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഈ പുതിയ തലമുറ ഇനി ഗുജറാത്ത് കലാപം എന്താണെന്ന് പഠിക്കാൻ പോവുകയാണ്. അത് BJPക്ക് ഉണ്ടാക്കുന്ന ഡാമേജ് നിസ്സാരമല്ല. ഇപ്പോഴത്തെ അമിത്ഷായ്ക്കും ഇപ്പോഴത്തെ നരേന്ദ്രമോദിക്കും ഏൽക്കാൻ പോകുന്ന വലിയൊരു പാപഭാരമാണ് ഗുജറാത്ത് കലാപം എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വേണം ഈ വിഷയത്തെ ചർച്ച ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും അവർക്ക് ഒരിക്കലും ഇന്ത്യക്ക്, അതായത് വർത്തമാന ഇന്ത്യക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കലാപം തന്നെയാണ് എന്ത് ഗുജറാത്തിലുണ്ടായത്. കാര്യം ആയിരക്കണക്കിന് ആളുകളാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഇരകളായി ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആരൊക്കെ ഗുജറാത്ത് കലാപത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അവരെയൊക്കെ ഒന്നുകിൽ എന്ത് ചെയ്യുന്നു, ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു, അവരൊക്കെ അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കപ്പെടുന്നു. അവിടുത്തെ റിട്ടയർഡ് ഈ പറയുന്ന DGP-മാർ പോലും എന്ത് ചെയ്യപ്പെടുന്നു, ജയിലിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യമാണ്. BBC-ക്ക് പോലും എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഗുജറാത്ത് കലാപം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ED ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു, BBC-യിലേക്ക് കടന്നു ചെന്നുകൊണ്ട് BBC-യുടെ ആ പരിപാടി എന്ത് ചെയ്യുകയാണ്, തടയപ്പെടുകയാണ്. അപ്പോൾ ഗുജറാത്തിനെ കുറിച്ച് ഇനി ആരും മിണ്ടണ്ട അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ആരും സംസാരിക്കരുത് എന്ന് ഈ പറയുന്ന രീതിയിലുള്ള ആഹ്വാനങ്ങളെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ. അങ്ങനെയുള്ള ഒരു ആഹ്വാനം നിലനിൽക്കുകയാണ് പൃഥ്വിരാജിനെ പോലുള്ള ഒരാള് ഇതുപോലുള്ള ഒരു ധൈര്യം കാണിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. പക്ഷെ ആ ധൈര്യം മുന്നോട്ട് കൊണ്ടുപോകാനും എന്ത് ചെയ്യണം, സാധിക്കണം. പക്ഷെ ഇന്ന് മോഹൻലാൽ എന്ത് ചെയ്തേക്കുവാണ്, ക്ഷമാപണം നടത്തിയിരിക്കുകയാണ്. പക്ഷെ മോഹൻലാൽ അറിഞ്ഞിട്ടില്ല എന്നാണ് മേജർ രവി ഇന്നലെ പറയുന്നത്. മോഹൻലാൽ പോലെ ഒരു നടൻ ഒരു സിനിമയിൽ, അത് ഇത്തരത്തിൽ ബ്രഹ്മാണ്ഡ ചലച്ചിത്രം വന്ന് മാസങ്ങളോളം കൊട്ടിഘോഷിച്ച ഒരു സിനിമ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ എന്താണ്?
കാരണം ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാവണപ്രഭുവിൻ്റെ അകത്ത് രാവണപ്രഭു എന്നുള്ള സിനിമ, ആ സിനിമയ്ക്കകത്ത് സിദ്ദിഖ് SP ആയിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ സിദ്ദിഖിനെ റോഡിലിട്ട് മോഹൻലാൽ ഇടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിനകത്ത് റോഡിൽ കൂടെ പോകുന്ന ഒരു ബൈക്കിലൊക്കെ പോകുന്ന 2-3 പയ്യന്മാരുടെയൊക്കെ ദേഹത്തേക്ക് വെറുതെ സിദ്ദിഖിനെ ഇങ്ങനെ വലിച്ചെറിയുന്ന സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ലോജിക്കില്ലാത്ത ഒരു സ്റ്റണ്ട് ആണ് അവിടെ നടന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആന്റണി പെരുമ്പാവൂരിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ആ സീനിൽ കയറിയെന്ന് പറയുന്നത്, ആ സിനിമയ്ക്കകത്ത് കയറിയെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ മാതിരി ഇപ്പം മോഹൻലാൽ മുഴുവൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ സംശയമുണ്ട്. ഒരു പക്ഷേ ആന്റണി പെരുമ്പാവൂരായിരിക്കും ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാവുക. ആന്റണി പെരുമ്പാവൂരിനോട് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെ ചരിത്രമാണ് ആന്റണി കേട്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഇതിനു മുമ്പ് പൃഥ്വിരാജ് തന്നെ മോഹൻലാലിൻ്റെ ഒരു ഡേറ്റിന് വേണ്ടിയിട്ട് ആന്റണി പെരുമ്പാവൂരിൻ്റെ അടുത്തെത്തി. ആന്റണി പെരുമ്പാവൂരിന് പോലീസ് വേഷം ഉണ്ടെന്ന് പറയുന്ന സീനൊക്കെ നമ്മൾ ഇതിന് മുമ്പും തീർച്ചയായിട്ടും. അപ്പോൾ ആന്റണി പെരുമ്പാവൂരിനെ പൃഥ്വിരാജ് കൃത്യമായിട്ട് ഒന്ന് ഇതാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് സുരേഷ് കുമാറിനെ പോലുള്ളവർ എന്ത് ചെയ്തിട്ടുണ്ട്, അത് നന്നായിട്ട് വിനിയോഗിച്ചിട്ടുമുണ്ട്. തീർച്ചയായിട്ടും. കാര്യം മോഹൻലാലിന്റെ ഒരു പുതിയ സൗഹൃദ വലയം, അതായത് ഈ പറയുന്ന ആന്റണി പെരുമ്പാവൂർ, അപ്പോൾ പഴയ ഒരു സൗഹൃദ വലയത്തിന്റെ ഒരു വലിയൊരു എന്താണ്, അതാണ് കഴിഞ്ഞ ദിവസം സുരേഷ് കുമാറിന്റെ അല്ലെങ്കിൽ മേജർ രവിയുടെ ഒക്കെ വാക്കുകളിലൂടെ എന്ത് ചെയ്യുന്നത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ എത്രയെത്ര കഥാപാത്രങ്ങൾ, അത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കോൺഗ്രസ്സുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പല അതായത് നമ്മൾ പല കഥാപാത്രങ്ങൾ പല രീതിയിലാണ് മോഹൻലാൽ എന്ത് ചെയ്തിട്ടുള്ളത്, അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ പേരിൽ മോഹൻലാലിനെ അല്ലെങ്കിൽ ഈ പറയുന്ന നടനെ പോയി വ്യക്തിഹത്യ ചെയ്യാനും, അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തിന് കൊടുത്ത കഥ അഭിനയിക്കാനല്ല അദ്ദേഹത്തിന് പറ്റത്തുള്ളൂ. അല്ല, ഒരു തരത്തിലും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ മോഹൻലാലിനെതിരെയോ പൃഥ്വിരാജിനെതിരെയോ യാതൊരുവിധ ആക്രമണങ്ങളും ഉണ്ടാവാതെ നോക്കേണ്ടത് ജനാധിപത്യ കേരളത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഉത്തരവാദിത്തമാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ നമ്മൾ സംഘപരിവാറിന് കീഴടങ്ങുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കീഴടങ്ങുന്ന അവസ്ഥയാണുള്ളത്. ഏതൊക്കെയാലും മലയാളത്തിൽ ഇറങ്ങിയ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ്. മലയാള സിനിമയ്ക്ക് കൂടുതൽ പ്രശസ്തിയും പെരുമയും നൽകുന്ന ഒരു സിനിമ തന്നെയാണ് എമ്പുരാൻ എന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെ വളച്ചൊടിച്ച് സംഘപരിവാർ ആധിപത്യം മലയാള സിനിമയിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലും കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അതിനെ ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.